ഹായ്, വെൽക്കം ടു കറാക്കോൺ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന് ഒക്കെ ഇമ്പോർട്ടൻ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ മെയ് 2-ന് ഡിഗ്രി പ്രിലിംസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് തന്നെ പഠിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിൽ കിടക്കാം. തമിഴ്നാട്ടിലെ ആദ്യ ഡാർക്ക് സ്കൈ പാർക്ക് നിലവിൽ വന്നത് കൊല്ലിമല. 2026 ഫെബ്രുവരിയിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത് തരൺജിത് സിംഗ് സന്ധു. 2021 യൂത്ത് ഗ്ലോബൽ മൈൻഡ് ഹെൽത്ത് റിപ്പോർട്ട് ഇന്ത്യയുടെ സ്ഥാനം 60. 2022 T20 വേൾഡ് കപ്പ് ക്രിക്കറ്റ് ജേതാക്കളാണ് ഇന്ത്യയാണ് കേട്ടോ. ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യയാണ്. ഈ T20 വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക കേട്ടോ. നല്ല വിശദമായിട്ടുള്ള ഒരു ക്ലാസ് ആണ്, എല്ലാവരും കാണാം. ഇനി ഇന്ത്യയിലെ ആദ്യ റിംഗ് മെട്രോ നിലവിൽ വരുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഡൽഹിയിലാണ് റിംഗ് മെട്രോ നിലവിൽ വരുന്നത്. ഇനി പശ്ചിമ ബംഗാളിന്റെ പുതിയ ഗവർണർ ആരാണ്? RN രവിയാണ്. RN രവി. ഇദ്ദേഹം തമിഴ്നാടിന്റെ ഗവർണർ ആയിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് പശ്ചിമ ബംഗാളിന്റെ ഗവർണർ ആയിട്ടാണ് പുതിയതായിട്ട് നിയമിച്ചിരിക്കുന്നത്. അപ്പം നിലവിൽ ഇപ്പം തമിഴ്നാട്ടിലെ ഗവർണർ പുതിയ ആരും നിയമിച്ചിട്ടില്ല. നിലവിൽ കേരളത്തിന് ഗവർണർക്ക് തന്നെയാണ് തമിഴ്നാടിന്റെ ചുമതലയുള്ളത്. ഇനി മഹാത്മാ എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ എന്ന പുസ്തകം എഴുതിയത് ധീരജ് കാക്കാഡിയാണ്. ധീരജ് കക്കാഡിയ. ഈ 2027 ഇന്ത്യയുടെ ജനസംഖ്യാ സെൻസസിന്റെ ഭാഗ്യചിഹ്നം പ്രകൃതി വികാസ്. അതാണ് പ്രകൃതി വികാസ്. ഈ 2026 ഫെബ്രുവരി യുറേനിയം വിതരണം കരാറിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യമാണ് കാനഡ. 2026 ഫെബ്രുവരിയിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്ത്യയിൽ അഭയം നൽകി ഇറാനിയൻ യുദ്ധക്കപ്പലെ ചോദിച്ചതാണ് IRIS ലാവൻ. IRIS ലാവൻ ആണ് ഇന്ത്യ അഭയം നൽകി ഇറാനിയൻ യുദ്ധക്കപ്പൽ. ഇനി കേരളത്തിലെ ആദ്യ ഇരുനില പാലം പടഹാരം പാലം. ആലപ്പുഴയിലെ പടഹാരം പാലാണ് കേരളത്തിലെ ആദ്യ ഇരുനില പാലം. അതാണ് പ്രത്യേകത, ഇരുനില പാലം. കേരളത്തിലെ ആദ്യത്തെ ഇരുനില പാലം കേട്ടോ, പടഹാരം പാലം. ഇനി കേരളത്തിൽ ക്ലിന്റ് ആർട്ട് ഗാലറി നിലവിൽ വന്നത് കൊച്ചിയിലാണ്. ക്ലിന്റ് ആർട്ട് ഗാലറി എവിടെയാണ് നിലവിൽ വന്നത്? കൊച്ചിയിലാണ് ക്ലിന്റ് ആർട്ട് ഗാലറി അതിന് നിലവിൽ വന്നത്. ഇനി വിദ്യാർത്ഥികൾ പൗരബോധം, സാമൂഹിക ഉത്തരവാദിത്വം, ജീവിത നൈപുണ്യങ്ങൾ എന്നിവ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ചുവട്. ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മുനിസിപ്പാലിറ്റിയാണ് വർക്കല മുനിസിപ്പാലിറ്റി. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ഗ്രാഫീൻ സമ്മേളനത്തിന് വേദിയായത് കൊച്ചിയാണ്. കൊച്ചിയാണ് ഗ്രാഫീൻ സമ്മേളനത്തിന് എഴുതിയത്. ഇനി നിയോഗം എന്ന പുസ്തകം രചിച്ചത് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല നിയോഗം എന്ന പുസ്തകം രചിച്ചത്. കേരള മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ച് വനിതകൾ പിങ്ക് മൊബിലിറ്റി പദ്ധതി ആരംഭിച്ച പ്രമുഖ മൊബിലിറ്റി പ്ലാറ്റ്ഫോമാണ് റാപ്പിഡോ. എന്താണ് റാപ്പിഡോ ആരംഭിച്ച എന്താണ്? പിങ്ക് മൊബിലിറ്റി പ്ലാറ്റ്ഫോം. കോരപ്പാപ്പിന് സ്തുതിയായിരിക്കട്ടെ എന്ന പുസ്തകം എഴുതിയത് TD രാമകൃഷ്ണൻ. ഇനി സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നടത്തിയ ഏറ്റവും പുതിയ സമഗ്ര പക്ഷി സർവേ രേഖപ്പെടുത്തിയ ആകെ പക്ഷി ഇനങ്ങളാണ് 192. ഇനി കേരളത്തിന്റെ ഔദ്യോഗിക പേര് കേരളം എന്നാക്കി മാറ്റാനുള്ള നിർദ്ദേശം കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ ദിവസം 2026 ഫെബ്രുവരി 24-നാണ്. ഇനി കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനായത് VP സാനു ആണ്. VP സാനു. ഇനി ഇന്ത്യയിൽ ആണവ നിലയത്തിന്റെ മേധാവിയാവുന്ന ആദ്യ വനിത RM നാച്ചമ്മയാണ്. ആദ്യ വനിതയാണ് RM നാച്ചമ്മ. നീതി ആയോഗ് അല്ല, നീതി ആയോഗാണ്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. നീതി ആയോഗ് പുറത്തുവിട്ട 2023-24 വർഷത്തെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ചോദിച്ചാൽ അത് ഒഡീഷയാണ്. ഇനി അതിനകത്ത് കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? കേരളത്തിന്റെ സ്ഥാനം 15ആണ് കേരളത്തിന്റെ സ്ഥാനം. ഇനി ഗ്രാമങ്ങളിൽ ഹൈസ്പീഡ് ഇന്റർനെറ്റ് ലഭിക്കുന്നതിന്റെ പ്രൊജക്ട് ഗംഗ എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഈ 2026 അന്താരാഷ്ട്ര മലേറിയ സമ്മേളനത്തിന് വേദിയായത് ഡൽഹിയാണ്. എവിടെയാണ്? 2026 അന്താരാഷ്ട്ര മലേറിയ ദിനത്തിന് വേദിയായത് ഡൽഹി. ഇനി BCCIയുടെ 2025 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ശുഭ്മാൻ ഗില്ലാണ്. ആർക്കാണ്? ശുഭ്മാൻ ഗില്ലിനാണ് BCCIയുടെ 2025 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത്. ഇനി BCCIയുടെ 2025 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച വനിതാ താരം ചോദിച്ചാരാണ്? അത് സ്മൃതി മന്ദാനയാണ്. BCCIയുടെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ വനിതാ അവാർഡ് സ്മൃതി മന്ദാനയ്ക്കും ക്രിക്കറ്റർ അവാർഡ് ലഭിച്ച മെൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശുഭ്മാൻ ഗില്ലുമാണ്. ഇനി ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള ഉത്തരവിലൂടെ നിഷ്ക്രിയ ദയവാദത്തിന് വിധേയനാകുന്ന ആദ്യ വ്യക്തിയാണ് ഹരീഷ് റാണ. ഇനി കേരളത്തിലെ രാത്രി കാലങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് നിർഭയ നിശ. എന്താണ്? നിർഭയ നിശയാണ് കേരളത്തിലെ രാത്രി കാലങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി പോലീസ് ആരംഭിച്ച പദ്ധതിയാണ്. ഇനി യുദ്ധ ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. യുദ്ധ ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റ് ആവുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇതുപോലത്തെ നല്ല കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഇനി കാണാം. താങ്ക് യു.